ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഈ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞം സീപോർട്ട് ജോബ് അപ്ഡേറ്റ് 2024 എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ജോലി സാധ്യതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദാനിയുടെ HR മാനേജ്മെൻറ്റ് കമ്പനി നൽകിയിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, അസാപ്പിൻ്റെ ഓഫീസിൻ്റെ ഇപ്പോൾ നൽകിയിട്ടുള്ള അപേക്ഷകളിന്മേലുള്ള ചില കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ആദ്യമായിട്ട് അദാനിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പെട്ടെന്നുണ്ടാകുന്ന ഈ ജോലി സാധ്യതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയൂ. കാരണം ഇതിപ്പോൾ കിട്ടിയിട്ട് തന്നെ ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഷെയർ ലൈക്കും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വളരെ താമസിച്ച് ലഭിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഡേറ്റ് കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ജോലി സംബന്ധിച്ച വിവരങ്ങൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുകയുള്ളൂ. അതായത് 30/7/2024 അവസാനിക്കുന്ന ഒരു ജോലിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ അടിയന്തരമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡിപ്ലോമയോ ഡിഗ്രിയോ പഠിച്ചിട്ടുള്ള 5 വർഷം കഴിഞ്ഞിറങ്ങിയ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ജോലി. പരിസര പ്രദേശത്തുള്ള 5 വാർഡുകളിലുള്ള വനിതകൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് പ്രധാനമായും ഈ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഈ ജോലി സാധ്യതകൾ നൽകിയിട്ടുള്ളത്. എന്നാലും മറ്റുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാം. ഡിഗ്രിയോ ഡിപ്ലോമയോ കഴിഞ്ഞ് 5 വർഷം കഴിയാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, മറ്റു കമ്പനികളിൽ നിന്ന് നിങ്ങൾ പ്രോവിഡന്റ് ഫണ്ട് ലഭിച്ചിട്ടുള്ളവരെ ഇതിനകത്ത് സ്വീകരിക്കുന്ന കാര്യം സംശയത്തിലാണ്. ആധാർ കാർഡ് നിങ്ങൾ നൽകണം. അതിലൂടെയുള്ള പരിശോധനയിലൂടെ ആയിരിക്കും നിങ്ങളുടെ ഈ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള hr.avppl@adani.com എന്നുള്ള മെയിൽ ID യിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും CV-യും ഉൾപ്പെടെ സെൻഡ് ചെയ്ത് കൊടുത്താൽ ഫോൺ നമ്പർ ഉൾപ്പെടെ നൽകണം. അത് ആ ഒരു തരം അപേക്ഷകൾ പരിശോധിച്ച ശേഷം ഉദ്യോഗാർത്ഥികളെ ജോലിക്ക് വിളിക്കുന്നതായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമിലൂടെയാണ് ഈ ജോലിക്ക് നിങ്ങളെ വിളിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് കാണുക. കൂടാതെ പോർട്ട് എക്സ്പീരിയൻസ് ഉള്ള യുവതിയുവാക്കളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. അവരെ നേരിട്ടാണ് ജോലിക്ക് പ്രവേശിപ്പിക്കുന്നത്. പോർട്ടിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ചില കോഴ്സുകൾ, ചില ഡിപ്ലോമ പഠിച്ചിട്ടുള്ളവരെയും ഇതിനകത്ത് എടുക്കുന്നുണ്ട്. ഇത്തരം വീഡിയോ, ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, തൊട്ട് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അസാപ്പിൻ്റെ ഓഫീസിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ, അവർക്ക് കിട്ടിയിട്ടുള്ള ഫാമുകളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ അതിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകുന്നു. അത്തരം നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ താൽക്കാലികമായി അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാലും എല്ലാ ഡിഗ്രിയും പഠിച്ചിട്ടുള്ള ഡിപ്ലോമ വെയർഹൗസ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു അപേക്ഷ ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് ആ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് പറയാനുള്ളത്.
എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.